ഹലോ ഹായ് വെൽക്കം ടു എ സ്വീറ്റ് എപ്പിസോഡ് ഓഫ് സറ്റീസ് ഇന്നോവേഷൻസ്. സ്വീറ്റ് എന്ന് പറയാൻ കാരണം നമ്മൾ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് മാമ്പഴം കൊണ്ടുള്ള ഐറ്റമാണ്. ഈ സീസണിൽ മാമ്പഴം കൊണ്ടുള്ള മാങ്ങ കൊണ്ടുള്ള ഓൾറെഡി 5 ഐറ്റംസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് പച്ചമാങ്ങ കൊണ്ടുള്ള 4 ഐറ്റംസും പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഒരു ഐറ്റവും. സോ മാമ്പഴത്തിൻ്റെ സീസൺ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ അടുത്ത മാമ്പഴ ഐറ്റവുമായിട്ട് വന്നിരിക്കുകയാണ്. അതെ, ഞാനൊരു 5 മാമ്പഴം കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ ഇതും കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ ഹൽവയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാവുന്ന കോട്ടൂർക്കോണം എന്നൊരു മാങ്ങയെ കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ്. ട്രിവാൻഡ്രം ഭാഗത്ത് ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന ഒരു മാങ്ങയും കൂടിയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള മാവാണ്. ഇവിടെ സ്ഥലമില്ലാത്ത കാരണം ഞാൻ വൈഫിൻ്റെ വീട്ടിലൊരു മാവ് വാങ്ങി നട്ടിട്ടുണ്ട്. അതിലുണ്ടായ മാമ്പഴമാണ്. അപ്പോൾ ഇതും കൊണ്ടാണ് നമ്മൾ ഇന്ന് മാമ്പഴ ഹൽവ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മാമ്പഴ ഹൽവ ഉണ്ടാക്കാൻ കോട്ടൂർക്കോണം മാങ്ങ എന്നെ കിടക്കേണ്ട ആവശ്യമില്ല. ഏത് ടൈപ്പ് മാമ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഹൽവ ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസിയാണ്. മാമ്പഴം സുലഭമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. നോക്കാം എങ്ങനെയാണ് ഈ മാമ്പഴ ഹൽവ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന ഈ മാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പ്യൂരി എടുക്കണം. പ്യൂരി എന്ന പൾപ്പ് എന്ന് പറഞ്ഞ സാധനം. സോ പൾപ്പ് എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ മാംഗോ പ്യൂരി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് 2 കപ്പ് പ്യൂരി എടുത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന മാങ്ങയിൽ അത്യാവശ്യം നല്ല നാരോ ഫൈബറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 കപ്പ് എടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ കോൺഫ്ലോർ എന്ന് പറയുന്നത് മസ്റ്റ് അല്ല, നിങ്ങൾക്ക് എന്താണോ ആവശ്യം വീട്ടിലുള്ളത് അത് വെച്ച് ഉണ്ടാക്കാം. കോൺഫ്ലോറിന് പകരം നമ്മൾ കാലിക്കറ്റ് സ്റ്റൈൽ, കോഴിക്കോടൻ സ്റ്റൈൽ ഹൽവ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മൈദ മാവ് ചേർത്താണ് ഉണ്ടാക്കുക. മൈദ മാവ് ഇട്ടാൽ മതി. അതല്ലെങ്കിൽ അരിപ്പൊടിയില്ലേ, അപ്പത്തിൻ്റെ പൊടിയില്ലേ, അത് വെച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരു നാടൻ ടേസ്റ്റ് കിട്ടും. അതല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ കോൺഫ്ലോർ എടുത്തിരിക്കുന്നത്. ഒരു സോഫ്റ്റായിട്ട് കിട്ടും കോൺഫ്ലോർ ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 1 കപ്പ് കോൺഫ്ലോർ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. എൻ്റെ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഈ കപ്പാണ് ഞാൻ ഉപയോഗിക്കാതെ 240 ml കപ്പ് കേട്ടോ. ഇത് വെച്ചാൽ എല്ലാം ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനൊരു വിസ്ക് കൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ബാക്കി പ്രിപ്പറേഷൻസ് ആരംഭിക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഈ കാണുന്ന നെയ്യാണ്. ഞാൻ മൊത്തം ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിരിക്കുന്നത് കേട്ടോ. അല്പം നെയ്യ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആദ്യം. ബാക്കി നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നെയ്യ് ഒന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളെടുത്ത മാംഗോ പ്യൂരി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. സോ അത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ച മിക്സ് ഉണ്ടല്ലോ, കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. സോ ഇത് കട്ട കെട്ടാത്ത രീതിയിൽ ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് 2 കപ്പ് പഞ്ചസാര കേട്ടോ. നിങ്ങളുടെ കിട്ടുന്ന മാമ്പഴത്തിൻ്റെ മധുരം അനുസരിച്ച് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ തന്നെ കട്ടിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ ആ കോൺഫ്ലോർ ഇട്ടതിൻ്റെ കേട്ടോ. അത് ഇടയ്ക്കൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് മധുരം കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ കൈവിടാതെ കുറേ നേരം ഇളക്കി കൊടുക്കുക. ഒന്ന് തിക്കായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് അത്യാവശ്യം തിക്കായി വരുന്നുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് നെയ്യ് കുറേശ്ശെ ആഡ് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞൊരു 4 ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെ ഓരോ ടേബിൾ സ്പൂൺ ഇത് ഒഴിച്ചിരുന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ കുറേ ഇളക്കിയിട്ട് ഈ സൈഡിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാകുന്നവരെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ഹൽവ ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ ഈ ഇളക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഭയങ്കര ഈസിയാണ്. കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മിക്സ് ഇപ്പോൾ ഒന്നും കൂടെ തിക്കായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ചും കൂടെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് വേറെ ചെറിയൊരു പരിപാടി കൂടെ ഞാൻ ചെയ്യണം ഇവിടെ. നമുക്ക് ഒരു ട്രേ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയാണ്. ആ ട്രേ ആദ്യം ഒന്ന് കുറച്ച് നെയ്യ് കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇട്ട് വരാൻ വേണ്ടിയാട്ടോ നമ്മൾ നെയ്യിട്ട് കൊടുക്കുന്ന ഇടയിൽ മൊത്തം ഗ്രീസ് ചെയ്തതിന് ശേഷം ഇതിൽ ഡെക്കറേഷന് വേണ്ടി കുറച്ച് ബദാമിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി കുറച്ച് കാഷ്യൂ നട്ട്സും വെച്ച് കൊടുക്കണ്ടേ. കുറച്ച് വൈറ്റ് എള്ള് എടുത്തിട്ടുണ്ട്, വെളുത്ത എള്ള് ഇട്ടിട്ടുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ മിക്സ് നോക്കിക്ക് നല്ല തിക്കായി വരുന്നുണ്ട്. എന്തായാലും ഇതിങ്ങനെ വിട്ട് പോരണം, ഈ സൈഡിൽ നിന്ന് മൊത്തത്തിൽ ഇങ്ങനെ വിട്ട് പോരുന്നവരെ ആക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ അപ്പോൾ നമ്മുടെ ഹൽവ മിക്സ് ഏതാണ്ട് വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. മൊത്തം ആയിട്ടില്ല, കണ്ടോ, നല്ല തിക്കായിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മസ്റ്റ് അല്ല കേട്ടോ, അല്ലെങ്കിലും അതിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു 1/4 ടീസ്പൂൺ ഏലപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, ഏലക്കായുടെ പൊടി. കുറച്ച് ബദാം ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇടയ്ക്ക് കടിക്കാൻ ഇഷ്ടമില്ല എന്നുള്ളത് ഇടണ്ട കേട്ടോ. കുറച്ച് കാഷ്യൂ നട്ട്സിൻ്റെ പീസസ് അതിട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ, ഇത് എന്തായാലും ഒരു സുഖം ഉണ്ടാവില്ല കടിക്കാൻ. കുറച്ച് വൈറ്റ് എള്ളും വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കട്ടെ, കുറച്ച് മതി. ഇതെല്ലാം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, മസ്റ്റല്ല കേട്ടോ. മിക്സ് നോക്കിയേ, ശരിക്കും ഒരു ഹൽവ ലുക്ക് വന്നില്ലേ. ഞാനെടുത്ത മാങ്ങയ്ക്ക് നല്ല നിറമുള്ളതുകൊണ്ടാണ് ഇത്ര നിറം കിട്ടുന്നത് കേട്ടോ. യെസ്, നമ്മുടെ ഹൽവ മിക്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ, ഒട്ടും പിടിക്കുന്നില്ല. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ ഗ്രീസ് വെച്ചൊരു ബൗളുണ്ടല്ലോ, അതിനൊക്കെ മുന്നേ ട്രാൻസ്ഫർ ചെയ്ത് കേട്ടോ. നൈസ്. നമ്മുടെ ബൗളിൽ കറക്റ്റായിരുന്നു കേട്ടോ. ഇതിനൊന്ന് ഷേപ്പ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൽ നീട്ടിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഹൽവ കിടിലൻ ലുക്കിൽ വന്നിട്ടുണ്ട്. ഇതൊരു 2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതിനൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ ഹൽവ ഇപ്പോൾ ഒരു 3 മണിക്കൂറോളം ഞാൻ തണുക്കാൻ വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടിരിപ്പുണ്ട്, യമ്മി ലുക്കിംഗ് ആണ്. കഴിച്ച് നോക്കിയാലുണ്ടോ, എനിക്കൊന്ന് ടൈറ്റ് ആയിട്ടുണ്ട്, സൈഡൊക്കെ ഇപ്പോൾ തന്നെ വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നോക്കിങ്ങനെയാണ് കേട്ടോ. എൻ്റെ പ്ലേറ്റിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് യെസ്, എന്താ ലുക്ക് നോക്കി നമ്മുടെ അതിലേക്ക് അടിപൊളിയായിട്ടുണ്ട്. കാഷ്യൂ നട്ട്സും ആ എള്ളും ആ ബദാമൊക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേറൊന്നും എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മൾ ഇടയ്ക്ക് ഈ കാഷ്യൂ നട്ട്സും ബദാമൊക്കെ ഇട്ടത് കാരണം കട്ട് ചെയ്യുമ്പം കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടില്ല. ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക, പുറത്തൊക്കെ മാത്രം ഇട്ടാൽ മതി കേട്ടോ. എന്തായാലും നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെറിയ പീസ് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാണ്, യമ്മി ലുക്കിംഗ് ആണ്, കണ്ടോ. അടിപൊളി, ഒന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ. ശരിക്കും വായിൽ അരിഞ്ഞു പോകും കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കഴിച്ചിട്ടുള്ള ഹൽവ വെച്ച് ദ ബെസ്റ്റ് ഒന്നും ഞാൻ ഉണ്ടാക്കേണ്ടി പറയല, സൂപ്പറാണ്. വളരെ ഈസി റെസിപ്പിയാണ്, വീട്ടിലുള്ള ഐറ്റംസ് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഉറപ്പായിട്ടത് ട്രൈ ചെയ്ത് നോക്കാം. സോ ഒരു സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് എന്ന പേജ്.